ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുവിദ്യാ രംഗത്തെ വളരെയധികം പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഫെങ് ഷുയി. അതുകൊണ്ട് തന്നെ ഫെങ് ഷുയിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മളോടൊപ്പം ഉള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഈ ഫെങ് ഷുയിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും അറിയാൻ താല്പര്യം നമ്മുടെ വീട്ടിൽ എങ്ങനെ സമ്പാദ്യം ഉണ്ടാക്കാം, നമ്മുടെ വീടിന് എങ്ങനെ കൂടുതൽ അഭിവൃദ്ധി നേടാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സമ്പാദ്യമൊക്കെ വെക്കുന്ന സ്ഥലം പ്രത്യേകമായിട്ട് അതിനുവേണ്ടി മാത്രം ഒരു സ്ഥാനം നീക്കി വെക്കേണ്ടതുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സംസാരിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത്. കാരണം ഒരു വീട്ടിൽ സാമ്പത്തികം മീൻസ് ക്യാഷ് എവിടെ വയ്ക്കണം എന്ന് പോലും നമുക്ക് കറക്റ്റായിട്ട് നോക്കി വയ്ക്കാനുണ്ട്. ആദ്യം വീട്ടിൽ സമ്പാദ്യം എങ്ങനെ വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാർ ജോലിക്ക് പോയാലേ കിട്ടുള്ളൂ. അല്ലാതെ സമ്പാദ്യം വരുവാനുള്ള മാജിക് ഒന്നും ഒന്നിനുമില്ല. അപ്പം നമുക്ക് പുറത്ത് വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു മൈൻഡ്, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുവാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് കിട്ടണം. അതിന് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുവന്ന് പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ഒരു ക്ഷീണവും അലസതയൊക്കെ തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യുക? അന്നൊന്നും നടക്കത്തില്ല, അന്ന് ഒരൊന്നും പോലെ. എന്നാൽ നല്ല ആക്റ്റീവായിട്ട് നമ്മൾ എണീക്കുകയാണെങ്കിലും അന്ന് എന്ത് കാര്യം ചെയ്താലും നമ്മൾ സക്സസ് ആവും. അതാണ് ഈ ഫെങ് ഷുയിലല്ല, പൂജയിലായിരുന്നാലും ജ്യോതിഷത്തിലായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ മനസ്സിന് അല്ലെങ്കിൽ ശരീരത്തിന് അവരുടെ ഒരു മൈൻഡ് എങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം, അതാണ് ചെയ്യുന്നത്. പിന്നെ സമ്പാദ്യം നമുക്ക് വരണമെങ്കിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാമ്പത്തികം കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന സാമ്പത്തികം നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമാണോ വെക്കാൻ പാടുള്ളത്? അത് സാമ്പത്തികം വയ്ക്കുന്നതിൻ്റെ സ്പേസ് ഉണ്ട്. അത് പൊതുവേ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പറയുകയാണെങ്കിൽ തെക്ക് ഭാഗത്തുള്ള റൂം, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറുള്ള റൂം, അല്ലെങ്കിൽ പടിഞ്ഞാറ്, ഈ 3 സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ക്യാഷൊക്കെ കൊണ്ട് വയ്ക്കുക, അല്ലെങ്കിൽ ആഭരണങ്ങൾ ഇതൊക്കെ കൊണ്ട് വയ്ക്കുവാൻ പാടുള്ളൂ. നമുക്ക് അങ്ങനെയുള്ള കബോർഡുകൾ, കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കബോർഡൊക്കെ ആ റൂമുകളിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തെക്ക് ഭാഗത്ത് മീൻസ് തെക്ക് കിഴക്ക് ഭാഗത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ, ഇന്ത്യൻ വാസ്തു അനുസരിച്ചുള്ള കാര്യം ഞാൻ പറയുന്നത്, തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മളത് വയ്ക്കുകയാണെങ്കിൽ അവിടുന്ന് മോഷണം, അതായത് അവിടുന്ന് പെട്ടെന്ന് ക്യാഷ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാവുമെന്നും, അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ദാരിദ്ര്യം സംഭവിക്കുമെന്നും, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാശ് നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെയാണ് ഇന്ത്യൻ വാസ്തുവിലുള്ള ഇത്. ഏറെക്കുറെ പഴയ ആചാര അനുഷ്ഠാനങ്ങളനുസരിച്ച് അങ്ങനെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ആ ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ എപ്പോഴും വീട്ടിൽ ക്യാഷ് സൂക്ഷിക്കാൻ പറ്റിയ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ്, കന്നിമൂല ഭാഗത്തുള്ള റൂമാണ് നല്ലത്. അവിടെ സൗകര്യമില്ല എങ്കിൽ പടിഞ്ഞാറുള്ള റൂം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ തെക്കുള്ള റൂം സെലക്ട് ചെയ്യാം. ഇവിടെ ക്യാഷ് വയ്ക്കുമ്പോൾ നമ്മൾ കബോർഡായിരിക്കുമല്ലോ വയ്ക്കുന്നത്. ഈ കബോർഡ് വയ്ക്കുമ്പോൾ അതിൻ്റെ മുഖം മീൻസ് നമ്മൾ തുറക്കുന്ന ഭാഗം തിരിഞ്ഞിരിക്കേണ്ടത് ഒന്നുകിൽ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട്. ഈ 2 ഭാഗത്തോട്ട് മാത്രമേ അത് അങ്ങനെ വയ്ക്കാൻ പാടുള്ളൂ. വേറെ പടിഞ്ഞാറോട്ടൊക്കെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇതിനിടയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സർ, ഈ പൊതുവെ വീട്ടമ്മമാരെയൊക്കെ ഉദ്ദേശിച്ചാണ്, അതായത് അവരൊക്കെ ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ കൊണ്ടുപോയി പൈസ വെക്കുക, അല്ലെങ്കിൽ ആ പെട്ടെന്ന് ആ തിരക്കിനിടയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി പൈസ വെക്കുന്ന ഒരു പ്രകൃതം ഉണ്ടല്ലോ, പൈസ അതേപോലെ പോകാറുണ്ടല്ലോ. അങ്ങനെയാണോ അത് സംഭവിക്കുന്നത്? അല്ലേ, അതിനകത്ത് നമ്മളിപ്പോൾ ഈ പൈസ സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവന്നപ്പം എന്താ പറയുക, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് ബാലൻസ് കൊണ്ടുവന്ന് തന്നെ നമ്മൾ സേഫിൽ കൊണ്ടുവയ്ക്കണമെന്നില്ലല്ലോ. അത് വീട്ടിൽ കൊണ്ടുവന്ന് പലയിടത്തും വയ്ക്കും. നമുക്ക് സമ്പാദ്യം നമ്മൾ കൊണ്ടത് ഇപ്പോൾ എല്ലാവരും ബാങ്കുകളിലാണ് നിക്ഷേപിക്കുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യത്തിനുള്ള കാശുകളൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന സ്പേസ് ഇതായിരുന്നു നല്ലതാണ്. ബണ്ടങ്ങളൊക്കെ നമ്മൾ ആഭരണങ്ങളൊക്കെ വീട്ടിലൊക്കെ വച്ചേക്കുന്ന ഭാഗം ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഉയർച്ചയുണ്ടാവും, സന്തോഷവും സമാധാനമൊക്കെ നമുക്കതിൽ കിട്ടുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഈ 2 റൂം ഒരുപക്ഷെ ഈ റൂമുകളിലെ വീടുകളിൽ നമുക്ക് വയ്ക്കാൻ സൗകര്യം ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് റൂമിലാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗമോ അല്ലെങ്കിൽ വെസ്റ്റോ അല്ലെങ്കിൽ സൗത്തോ, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ തെക്ക് ഭാഗം അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗം, ഈ ഭാഗത്ത് നമുക്ക് കബോർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ പറയും, കന്നിമൂല ഭാഗത്ത് ഞങ്ങൾക്ക് പ്രശ്നമാണ്, അവിടെ നമ്മൾ പണം സൂക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതെൻ്റെ ചേട്ടൻ്റെ റൂമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ റൂമുകളൊക്കെ ഉണ്ടല്ലോ. പഴയ വീടുകളൊക്കെ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ റൂമുകൾ കൊടുത്തിട്ടുണ്ടാവും.
അപ്പം ശരിക്കും ഒരാൾക്ക് കിട്ടിയിട്ടുള്ള റൂം ചിലപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് റൂമായിരിക്കും. അവിടെ ആ റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്പേസ് റെഡിയാക്കിയിട്ട് അതിൽ നമുക്ക് ക്യാഷൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഇതാണ്. സമ്പാദ്യമൊക്കെ നമുക്ക് പണ്ടൊക്കെ അറയും നിരയുള്ള വീടുകളിലൊക്കെ ബ്രഹ്മസ്ഥാനത്താണ് അതിൻ്റെ നെല്ലൊക്കെ കൊണ്ടിടുന്നത്. അതും നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുവാനൊക്കെ അങ്ങനെയുള്ള ഭാഗങ്ങൾ അതൊക്കെ ഒത്തിരി വാസ്തുപ്രകാരം നോക്കിയിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. പല വീടുകളും ഇപ്പോഴും അറിയാം, പഴയ ഇല്ലങ്ങളൊക്കെ ഒത്തിരി എനിക്കറിയാൻ പറ്റുന്നതാണ്. ഇപ്പോഴും അത് നിലനിർത്തി ആൾക്കാർ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുണ്ട്. അത് നിലനിർത്തുന്നവർക്ക് അവർക്ക് അതിൻ്റേതായ നേട്ടങ്ങളുണ്ട്. കാരണം കറക്റ്റ് വാസ്തുപ്രകാരമാണ് അതൊക്കെ വെച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള നേട്ടങ്ങളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പൊതുവെ വീടുകളിൽ ഇങ്ങനെ സ്വർണം സൂക്ഷിക്കുന്ന ഒരു രീതിയാണെങ്കിലും അല്ലെങ്കിൽ പൈസ സൂക്ഷിക്കുന്ന രീതിയാണെങ്കിലും അതൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമല്ലേ? കാരണം എല്ലാവർക്കും പേടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എല്ലാം ബാങ്കിലാണ് വയ്ക്കാറ്. അന്നേരം വീടുകളിൽ വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് സെലക്ട് ചെയ്ത് അതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ഇതായിരിക്കും, നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് അവിടെ നിന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒത്തിരി നമുക്ക് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ റൂമിൽ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടതില്ല. പല ഷോപ്പിലായിരുന്നാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഒരു ചെറിയൊരു ഷോപ്പായിരിക്കും ഒരാൾക്കുള്ളത്, അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസ് റൂമായിരിക്കും ഉള്ളത്. ആ ഓഫീസ് റൂമിൽ നമ്മൾ സെലക്ട് ചെയ്യുക അവിടെ എവിടെയാണ് ക്യാഷ് വയ്ക്കേണ്ടതെന്നുള്ള രീതി. പിന്നെ ഫെങ്ഷി മുഖാനം നോക്കുകയാണെങ്കിൽ അതിൻ്റെ എൻട്രൻസ് ഏത് ലെവലിലാണ് അതിൻ്റെ എനർജി ഉള്ളിലോട്ട് കടന്നു വരുന്നത്, ആ രീതി അനുസരിച്ച് ചില വീടുകളിൽ ഈ കന്നിമൂല എന്ന് പറയുന്ന ഭാഗം സൂപ്പർ നെഗറ്റീവായി മാറും. കാരണം കന്നിമൂല എപ്പോഴെങ്കിലും നെഗറ്റീവായി മാറുന്ന ഒരു അവസ്ഥയുണ്ടോ? ഞാൻ അതാണ് പറഞ്ഞ ഫെങ്ഷി മുഖേന പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഫ്രണ്ടിൽ നിന്ന് വരുന്ന എനർജി ലെവൽ വരുന്നതനുസരിച്ച് ഒരു വീടിൻ്റെ 4 ഭാഗത്ത് മാത്രമേ പോസിറ്റീവ് എനർജി നിൽക്കത്തുള്ളൂ, 4 ഭാഗത്ത് നെഗറ്റീവ് എനർജിയാണ്. അല്ല, ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് 2-5 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള, കാരണം നമ്മൾ എന്താ പറയുക, ഒരു ബാധകളുടെ അല്ലെങ്കിൽ ഒരിക്കലും സക്സസ് ആവാൻ പറ്റാത്ത ഒരു എനർജിയാണ്. അത് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. 5 എലമെൻറ്റ് പഗോഡ അല്ലെങ്കിൽ വിൻഡ് ചൈംസ് ഒക്കെ ഒത്തിരി നമുക്ക് ഇട്ടുകൊണ്ട് ആ എനർജി നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് അങ്ങനെയുള്ള ഭാഗങ്ങൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വരാൻ ചില വീടുകൾ ചില കോമ്പിനേഷൻസിൽ ചില ഈസ്റ്റ് ഡയറക്ഷനിൽ ഈസ്റ്റ് 3 വരുന്നതിലൊക്കെ മിക്കവാറും സൗത്ത് വെസ്റ്റിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ചില കണക്കനുസരിച്ച് സൗത്തിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തുകൊണ്ടൊരു കബോർഡ് സെറ്റ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഫെങ്ഷി മുഖേന കൃത്യമായിട്ട് നോക്കി നമുക്ക് എവിടെയാണ് നമുക്ക് സമ്പാദ്യത്തിൻ്റെ തട്ട്, അല്ലെങ്കിൽ എവിടെ നമ്മൾ ക്യാഷ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗ്രോത്ത് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നമുക്ക് കൂടുതൽ ബിസിനസ് എങ്ങനെ നടക്കും, ഇതൊക്കെ നോക്കുന്നത് നമ്മളെപ്പോഴും ഈ ഒരു രീതി അനുസരിച്ച് കറക്റ്റുള്ള കാൽക്കുലേഷൻ അനുസരിച്ച്. നമ്മളിപ്പോൾ ഈ ഇത്തരം സമ്പാദ്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് അതെന്തെങ്കിലും പ്രത്യേക കളറിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് കളറിലൊന്നും സെറ്റ് ചെയ്യേണ്ടത്. മിക്കവാറും വുഡൻ കബോർഡുകളായിരിക്കും എല്ലായിടത്തും ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പം മെറ്റലും യൂസ് ചെയ്യാറുണ്ട്. അപ്പം മെറ്റലായിരുന്നാലും വുഡനായിരുന്നാലും നമുക്ക് സൗത്ത് വെസ്റ്റിൽ നമുക്കത് വയ്ക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഫെങ്ഷി മുഖേന അവിടുത്തെ ധാതു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയാണ്. അതിലിതെല്ലാം ഉൾക്കൊള്ളും. വുഡും അവർക്ക് നല്ലതാണ്, മെറ്റലും നല്ലതാണ്, ഇതെല്ലാം നമുക്ക് നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഫെങ്ഷി മുഖേന 2-5 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സൗത്തിലാണ്. അപ്പോൾ ഒത്തിരി നമുക്കവിടെ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സൗത്ത് ഡയറക്ഷനിലുള്ള വീടുകളിലൊക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ടായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ അവർക്കൊന്ന് വളരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലമൊക്കെ മാറും. അപ്പം ഈ വർഷം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നമുക്ക് ക്യാഷ് സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒന്ന് സൗത്ത് വെസ്റ്റ്. ഇപ്രാവശ്യം സൗത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഉൾപ്പെടെ വിളിക്കുക. വിശദമായിട്ട് പറഞ്ഞു തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാം. നമസ്കാരം.